നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനിയാണ് TCS എന്നുള്ളത്. ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. വാല്യുവേഷനിൽ ഇത് ലോകത്തെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു IT കമ്പനിയാണ്. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ടോപ്പ് IT കമ്പനികൾ, പ്രത്യേകിച്ച് ഇൻഫോസും വിപ്രോയും ഒന്നും റിക്രൂട്ട്മെന്റ് നടത്താത്തപ്പോൾ സ്ഥിരമായി റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് TCS എന്നുള്ളത്. അത് നല്ല നമ്പേഴ്സിൽ റിക്രൂട്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നിട്ട് ഈ TCS എന്ന കമ്പനി BCom BBA-കാരെ ഏതാണ്ട് 71 പേരെയാണ് ഹയർ ചെയ്തത്. അങ്ങനെ മാസമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന TCS-ന്റെ ഒരു ബൾക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യ, ഓൾ ഇന്ത്യ ബേസിലുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് എലിജിബിൾ ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആർക്കും ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, ഫ്രഷേഴ്സിന്, പ്രത്യേകിച്ച് 2025 പാസ് ഔട്ട് ആകാൻ പോകുന്ന കുട്ടികൾക്കുള്ള വളരെ മികച്ച ഒരു അവസരമാണിത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ TCS-ലേക്കുള്ള ഈ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് TCS-ന്റെ തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന ഈ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ സൈറ്റിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇത് 2 ഹയറിംഗ് ഒന്നിച്ചാണ് ഇപ്പോൾ TCS അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. TCS ഇഗ്നൈറ്റ്, അതേപോലെ സ്മാർട്ട്, 2 ഹയറിംഗ് ആണ്. ഒന്ന് TCS ഇഗ്നൈറ്റ്, ഒന്ന് TCS സ്മാർട്ട് ഹയറിംഗ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ജനുവരി 10-ാം തീയതി വെള്ളിയാഴ്ച വരെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ ഇതിന്റെ ടെസ്റ്റ് നടക്കുന്നത് 2025 ഫെബ്രുവരി 14-ാം തീയതി ആയിരിക്കും. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഈ 2 റിക്രൂട്ട്മെന്റിന്റെയും ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്നുണ്ട്. TCS ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് സയൻസ് ടു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. അതായത് സയൻസ് കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുവാനായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഈ TCS ഇഗ്നൈറ്റ് എന്നുള്ളത്. മറ്റൊരു റിക്രൂട്ട്മെന്റ് ഉണ്ട്, TCS സ്മാർട്ട് എന്നുള്ളതാണ്. ഈ റിക്രൂട്ട്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. വേൾഡ് ക്ലാസ് ഇനീഷ്യൽ ലേണിംഗ് പ്രോഗ്രാം, അതായത് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുവാനുള്ള ട്രെയിനിങ്ങും TCS നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എന്താ പറയുക, ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി TCS-ൽ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് TCS-ൽ നിങ്ങൾ ഇതിന് സെലക്ട് ആവുകയാണെങ്കിൽ TCS-ൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ PG പഠനമൊക്കെ TCS-ന്റെ സ്പോൺസർഷിപ്പിൽ ലഭ്യമാകുന്നതിനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളതാണ്. നല്ല കോമ്പൻസേഷൻ പാക്കേജ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സെലക്ഷൻ ആയി കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങൾ കൊണ്ട് ഇനീഷ്യൽ സാലറിയുടെ ഏതാണ്ട് 2.5 ഇരട്ടി വരെ ഗ്രോത്ത് കിട്ടുവാനായിട്ടുള്ള അവസരങ്ങളും ഈ TCS ഇഗ്നൈറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. TCS സ്മാർട്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിന്റെ എലിജിബിലിറ്റി ഒന്ന് പരിശോധിക്കാം. ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഇതിന്റെ ടെസ്റ്റ് എലിജിബിലിറ്റി ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. TCS BSc ഇഗ്നൈറ്റ് ആൻഡ് സ്മാർട്ട് ഹയറിംഗ് ബാച്ച് ഓഫ് 2025. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നത് ഇപ്പോഴത്തെ ഫൈനൽ ഇയർകാർക്കുള്ളതായിരിക്കും. അതും BSc BCA-കാർക്കുള്ള ഹയറിംഗ് ആയിരിക്കും. ഇവിടെ പറയുന്നുണ്ട് ഫുൾ ടൈം ഗ്രാജുവേറ്റ്സ് ഫ്രം BCA, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ BSc-യിൽ തന്നെ IT, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഡാറ്റാ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോ കെമിസ്ട്രി, ഇത്രയും കോഴ്സ് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ ബിവോക്ക്, കമ്പ്യൂട്ടർ സയൻസ്, IT കഴിഞ്ഞവർക്കായിരിക്കും അവസരമുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, BCA-കാർക്ക് അവസരമുണ്ട്, BSc-കാർക്ക് അവസരമുണ്ട്, ബിവോക്കുകാർക്ക് അവസരമുണ്ട്. 2025 പാസ് ഔട്ട് ആകാൻ പോകുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാരായിരിക്കാം. പിന്നെ മിനിമം 50% ഓർ എബവ് മാർക്ക്, അല്ലെങ്കിൽ ഇക്വലന്റ് CGPA 10th-ലും 12th-ലും ഒക്കെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഡിഗ്രിക്കും ഈ ഗ്രാജുവേഷൻ വിച്ച് ഇൻക്ലൂഡ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഫൈനൽ ഇയർ സെമിസ്റ്റർ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ് ടു 1 പെൻഡിങ് ബാക്ക്ലോഗ്, ആക്റ്റീവ് ബാക്ക്ലോഗ്, അതായത് അരിയറുള്ള ബാക്ക്ലോഗ് ഉള്ള ഒരെണ്ണമെങ്കിലും ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അപ് ടു 1 പെൻഡിങ് ആക്റ്റീവ് ബാക്ക്ലോഗ് ഓർ അരിയർ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഓൾ പെൻഡിങ് ബാക്ക്ലോഗ് ഷുഡ് ബി ക്ലിയർഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് കോഴ്സ് ഡ്യൂറേഷൻ. കോഴ്സ് തീരാറാവുന്നതിന് മുമ്പായിട്ട് ഈ അരിയറുകളെല്ലാം ക്ലിയർ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
പിന്നെ കരിയറിലെ ഗ്യാപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. 24 മാസത്തിൽ കൂടുതൽ കരിയറിൽ ഗ്യാപ്പ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫുൾ ടൈം കോഴ്സ് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു അവസരം എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. NIOS അത് 10th-ലും 12th-ലും ഒക്കെ NIOS-ൽ പഠിച്ചവർക്കും അപേക്ഷിക്കാൻ, അതായത് ഓപ്പൺ സ്കൂളിൽ പഠിച്ചവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും എന്നും ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രായം 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഒരു എൻട്രി ലെവൽ റിക്രൂട്ട്മെന്റ് ആയിരിക്കും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ കാറ്റഗറിയിലേക്കായിരിക്കും ഹയറിങ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. 2 കാറ്റഗറി, അതായത് TCS, BSc, ഇഗ്നൈറ്റും അതേപോലെ സ്മാർട്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇവരിവിടെ നൽകിയിട്ടുണ്ട്. ടെസ്റ്റ് എലിജിബിലിറ്റി എങ്ങനെയായിരിക്കും, ടെസ്റ്റ് പാറ്റേൺ എങ്ങനെയായിരിക്കും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 4 സെഷനിൽ നിന്ന് 120 മിനിറ്റ്സിന്റെ അസസ്മെന്റിലൂടെയായിരിക്കും സെലക്ഷൻ. പ്രത്യേകിച്ച് ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി, കോഡിംഗ് എന്നുള്ളത് ഓപ്ഷനിലാണ്, അതായത് പ്രോഗ്രാമിംഗ് ടെസ്റ്റ് ഓപ്ഷനിലാണ്. മറിച്ച് ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി ഈ 3 ഏരിയയിൽ നിന്നുള്ള പരീക്ഷയിലൂടെയായിരിക്കും സെലക്ഷൻ നടക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് വരും. അപ്പോൾ ഈ ഒരു ടെസ്റ്റിന്റെയും പിന്നീട് നടക്കുന്ന ഇന്റർവ്യൂവിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ സെലക്ഷൻ നടത്തുക. ബാക്കി FAQ ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ആ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക, ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യങ്ങൾ ഇവർ വളരെ വിശദമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോയിട്ട് ഒന്ന് ലോഗിൻ ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ആദ്യം ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോകണം. നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിലേക്കുള്ള ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ആധാർ പ്രകാരം വേണം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകുവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ പോർട്ടലിൽ എത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നൽകി OTP ഒക്കെ എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്ലൈ ചെയ്യാൻ നേരത്ത് അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് അവിടെ IT എന്ന കാറ്റഗറി വേണം ഓപ്റ്റ് ചെയ്യാൻ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. എന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്നുള്ള ഈ ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയി അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുറയ്ക്ക് തന്നെ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങളോട് ചോദിക്കും, ഇൻ സെന്റർ ആയിട്ട് അപ്ലൈ ചെയ്യണമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇൻ സെന്റർ എന്നുള്ളത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണം. കാരണം TCSന്റെ സെന്ററുകളിൽ വേണം ഇതിന്റെ പരീക്ഷ എഴുതുവാനായിട്ട്. ഈ ഇൻ സെന്റർ ഓപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സെന്റേഴ്സ് നിങ്ങൾ ചോദിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് നൽകണം. ഓർക്കുക, ഒരിക്കൽ സെന്റർ ഓപ്റ്റ് ചെയ്താൽ പിന്നെ മാറാൻ കഴിയില്ല എന്നുള്ള കാര്യം. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ സെന്റേഴ്സ് എത്രയും പെട്ടെന്ന് ഫുൾ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കോട്ടയത്ത് നിന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ കോട്ടയത്ത് ഏറ്റുമാനൂരിനടുത്ത് തവളക്കുഴിയിൽ ഇതിൻ്റെ ഒരു സെന്റർ ഉണ്ട്. അപ്പം എനിക്ക് അതാണ് ഏറ്റവും അടുത്തുള്ളത്. ഈ സെന്റർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എനിക്ക് കിട്ടുന്നത് തിരുവനന്തപുരത്തോ, നമ്മുടെയൊക്കെ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് സെന്ററുകൾ കിട്ടിയത്. കാരണം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ വീടിനടുത്തുള്ള സെന്ററിൽ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻ സെന്റർ എന്ന ഓപ്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തുള്ള സെന്റർ ഓപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുക. ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുന്നു, ഇതിനെ അപേക്ഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് ജനുവരി 25-ാം തീയതി വരെ സമയമുണ്ട് എന്നുണ്ടെങ്കിലും ഈ വീഡിയോ കേൾക്കുന്ന മുറയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഈ ഇൻ സെന്റർ ഓപ്ഷൻ നിങ്ങളുടെ വീടിനടുത്ത് ലഭിക്കത്തുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ TCSന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ രജിസ്റ്റർ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ IT എന്ന ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ IT എന്ന ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു OTP കിട്ടും. അങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്ത് വേണം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ TCSലേക്ക് നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് TCSന്റെ സൈറ്റിൽ പോയി കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപേക്ഷിക്കുക. ഓർക്കുക, ഈ റിക്രൂട്ട്മെന്റ് സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.